ഇരുവൃക്കകളും തകരാറിലായ വീട്ടമ്മ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി സുമനസുകളുടെ സഹായം തേടുകയാണ്. പീരുമേട് കുട്ടിക്കാനം പോത്തുപാറ താമരശ്ശേരിയിൽ സജിതാമോൾ ജിയാണ് ചികിത്സിക്കാൻ പണമില്ലാതെ സുമനസുകളുടെ സഹായം തേടുന്നത്. ചികിത്സാ ധനം കണ്ടെത്താൻ നാട് കൈകോർക്കാൻ ഒരുങ്ങുകയാണ്. 2 വർഷം മുൻപാണ് രോഗവിവരം അറിയുന്നത്. തുടർന്ന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 3 മാസമായി രോഗം മൂർച്ഛിച്ചു. ഇരുവൃക്കകളും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടത്തി വരുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും മറ്റ് ചികിത്സാ ചെലവുകൾക്കുമായി ഭീമമായ തുക കണ്ടെത്തണം. നിർധന കുടുംബമാകിയാൽ ഈ തുക കണ്ടെത്താൻ ഇവർക്കാകില്ല. ഇതിനാൽ സുമനസുകളുടെ സഹായം തേടുകയാണ് ഇവർ. കഷ്ടത്തിലാണ്. പിന്നെ ചികിത്സാ ഭാഗമായിട്ട് ഭയങ്കര പരിമിതാവസ്ഥയിലാണ്. നാളെ കഴിച്ചാൻ പോയാൽ മാത്രമേ ഉള്ളൂ. പുള്ളിക്കും കാലൊന്നും വയ്യാത്ത ആളാണ്. പിന്നെ പണിക്ക് പോയാലേ ഉള്ളൂ നമ്മുടെ കാര്യം നടക്കുള്ളൂ. എനിക്ക് 2 പെൺപിള്ളേരാണ്. ഒക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പീരുമേട് പോത്തുപാറയിൽ പട്ടയമില്ലാത്ത 10 സെന്റ് ഭൂമിയാണ് ഇവർക്ക് ആകെയുള്ളത്. താൽക്കാലികമായി ഒരുക്കിയ ഷെഡിന് സമാനമായ മുറിയിലാണ് താമസിക്കുന്നത്. ഭർത്താവും 6ഉം 1 വയസ്സുള്ള 2 പെൺകുട്ടികളുമാണ് ഉള്ളത്. ഭർത്താവ് കൂലിവേല ചെയ്ത് കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് ഉപജീവനം കഴിക്കുന്നത്. കഴിഞ്ഞ നാളിലുണ്ടായ ആക്സിഡന്റിൽ ഭർത്താവിന്റെ 2 കാലുകൾക്കും പരിക്കേറ്റതിനാൽ ഇതിന്റെ പരിമിതികളെ അതിജീവിച്ചാണ് നിലവിൽ ഈ കുടുംബം മുൻപോട്ട് പോകുന്നത്. നിലവിൽ പ്രദേശവാസികളുടെ സഹായത്തിലാണ് ചികിത്സ നടത്തി വരുന്നത്. ഇനി തുടർ ചികിത്സയ്ക്കും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുമായി തുക കണ്ടെത്താൻ നാട് ഒരുമിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-30 ലക്ഷം രൂപ ഇതിനകത്ത് ചിലവാകും എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം വൃക്ക കൊടുക്കുന്ന ആളെയും അതുപോലെ തന്നെ നിലവിൽ വൃക്ക മാറ്റി കിട്ടുന്ന ആളെയും രണ്ടുപേരെയും നോക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടാണ്. 10 സെൻറ്റ് വസ്തു ഉണ്ടെങ്കിലും കൂടി ആ വസ്തുവിന് പട്ടയം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അടിയന്തരമായി സന്മനസ്സുകളുടെ സഹായം ഞങ്ങൾ തേടുകയാണ്. ചികിത്സാ സഹായനിധി രൂപീകരിക്കാൻ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരുടെ പേരിൽ പീരുമേട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് രൂപീകരിച്ചു. സുമനസുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.